എന്തിനാ ഇവിടെ വന്നിങ്ങനെ മറഞ്ഞു നിൽക്കുന്നേ? വരൂ. എന്ത് രസല്ലേ ഓട്ടുന്നുള്ളില്. എനിക്ക് അങ്ങനെ തോന്നണില്ല. ചാക്യാർ കൂത്താ ഇതിലും നല്ലത്. നിർത്തുക, ഇന്ന് ഇത്രയും മതി. അവിടെ തിരക്കും. അയ്യോ ചേട്ടാ, ഒരു 2 സ്റ്റെപ്സ് കൂടെ പ്ലീസ്. ലച്ചു, നീ ഇതെപ്പോ വന്നു? എടി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ലെങ്കിലും ഞാനിപ്പോ ഒരു തമാശയാണ് അച്ചുവേട്ടന്. ഇവരൊക്കെ അതിഥികളല്ലേ, നാളെ തിരിച്ചു പോകുന്നവര്. നീ അങ്ങനാണോ? നീ അച്ചുവേട്ടന്റെ അസറ്റ് അല്ലേ? എന്ന് വെച്ചാ അച്ചുവേട്ടന്റെ സ്വത്ത്. ശരിക്കും മണ്ടി. അതെ അതെ, നിന്നെയും കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്താണാവോ കാര്യം? അതൊക്കെ ഉണ്ട്. എനിക്കറിയാം. എന്തറിയാന്ന്? ഒരു പൊതു തത്വം കേൾക്കണോ കുട്ടിക്ക്? പറഞ്ഞോളൂ. കൂട്ടിയും കീഴ്ച്ചും കുളിച്ചും അരിച്ചൊക്കെ കഴിയുമ്പോ നമ്മളെ ജീവിതത്തില് ബാക്കി എന്താണെന്ന് അറിയോ കുട്ടിക്ക്? ദുഃഖം. ഓ പിന്നെ. അതേ കുട്ടി, ഷാരടി മാമയെ പോലെ ജീവിതം ഒരുപാട് കണ്ട ആളുകള് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മോഹിക്കും. കുറച്ച് മോഹിച്ചാ കുറച്ച് മാത്രം ദുഃഖിച്ചാ മതിയല്ലോ. കൂടുതൽ മോഹിച്ചാൽ ദുഃഖത്തിന്റെ അളവ് കൂടും. ഓ ഗുരുവായൂരപ്പ, അധികം മോഹിപ്പിക്കല്ലേ. എന്റെ മനസ്സിന് ശക്തി തരണേ. വേഗം വാടാ. നാട്ടിലെ വലിയ പ്രമാണിയല്ലേ, കസവ് പൊട്ടു പോച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അമ്പലത്തില് വേണ്ടേ നേരത്ത്. നിന്റെ തന്തയോടെ ഒന്ന് പറഞ്ഞേക്ക് എന്റെ മുമ്പിൽ ഒന്ന് പെടണ്ടാന്ന്. എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി നടക്കാൻ ഒന്ന് പെട്ടാലുണ്ടല്ലോ എന്റെ കത്തിക്ക് ഭ്രാന്ത് പിടിക്കും. കുത്തിക്ക് ഉടലെടുക്കും ഞാൻ, മനസ്സിലായേ? ഓ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നടക്കൂ. ആരാ കംപ്ലീറ്റ് മൂടും കാലം. സമാധാനായോ? ഇല്ലെങ്കിൽ പറഞ്ഞാ മതി. ഞങ്ങൾ റെഡിയാ. നീ ഇപ്പൊ പോയിക്കോളാ. നിന്റെ തന്റെ ജീവനോടെ ദഹിപ്പിക്കാൻ വേണ്ട വിറയിലുള്ള ഓർഡർ കൊടുത്തിട്ടായി മൂന്ന വരുന്നത്. ഇവനെ ഞാൻ ചെറിയപ്പിള്ളി മുകുന്ദൻ, 3rd റേറ്റ് ചട്ടമ്പിയ. അവനായി അച്ഛന്റെ മനസ്സിലെ കരട്. രണ്ടിനെയും പൊക്കിയാലോ നമുക്കിന്ന്? അമ്പലത്തിൽ വെടിക്കെട്ട് നടക്കുമ്പോ പാടത്തിന്റെ ഏതെങ്കിലും മൂലക്കിട്ട് ചവിട്ടിക്കൂട്ടാം. വേണ്ട, അച്ഛനത് ഇഷ്ടാവില്ല. അച്ഛനെ മറികടന്ന് ഒന്നും ചെയ്യില്ല ഈ അച്ചു. നന്ദ, എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ചന്ദ്രഗിരിയിൽ മാധവ മേനോൻ എന്ന എന്റെ അച്ഛൻ. അത് ശരിയാ. കോടി പുണ്യം ചെയ്യണം ഇങ്ങനൊരു അച്ഛനെ കിട്ടാൻ. ഞങ്ങൾ നാളെ തിരിച്ചു പോകും. പക്ഷേ എന്താവശ്യമുണ്ടെങ്കിലും നീ വിളിക്കണം. ആ സെക്കൻഡിൽ ഞങ്ങൾ പറഞ്ഞെത്തും. പിന്നെ ചെറിയ പിള്ളിയാ വലിയ പിള്ളിയാ പൊളിച്ച് കൈ തരും ഞങ്ങള്. ഒരു പടയൊരുക്കം ഞാനും കാണുന്നുണ്ട്. പക്ഷെ തിരിച്ചു തല്ലാൻ അച്ഛനൊരാൾ തികച്ചു വേണ്ട. എങ്കിലും നിങ്ങളുടെ ഈ സ്നേഹം, നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്കുകൾ, അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. ഒരിക്കലും ആവശ്യം വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. കുട്ടി ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിക്ക. അമ്പലത്തിലേക്ക് വരണില്ല? ഇല്ല. എന്തു പറ്റി? ഒന്നുമില്ല. ഒന്ന് പറയൂട്ടി. കളിയാക്കോ? ഇല്ല. എനിക്ക് പേടിയാ. എന്നെയോ? തന്നെയല്ല പിന്നെ.
ക്രാക്കേഴ്സ്. എന്ത് ക്രാക്കേഴ്സ്? പടക്കം, വെടിക്കെട്ട്. മതി ചിരിച്ചത്. ലച്ചു പോയിക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം. ഒറ്റയ്ക്കോ? എന്താ, ഒറ്റയ്ക്ക് നിന്ന് ആരെങ്കിലും പിടിച്ച് തിന്നോ? ഹാ, എന്നാ ഞാനും പോണില്ല. എന്നിട്ട് വേണം കുട്ടീനെ ഇവിടെ ഒറ്റയ്ക്കാക്കി ചെന്നേന് അച്ഛൻ എന്നോട് ചോദിക്കാൻ. എങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചിരുത്താം. വേണ്ട വേണ്ട, അത് വേണ്ട, അത് ഒട്ടും ശരിയാവില്ല. ഞാനും അച്ചു ഇവിടെ ഇരുന്ന എന്താ കുഴപ്പം? അതെ, മുതിർന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കണ അത്ര ശരിയല്ല. എടോ, പഠിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച താമസം, ഒരു ഒറ്റ വീട്ടില്, അറിയോ? അത് അവിടെയല്ലേ, ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്, അതൊന്നും മാറ്റാൻ പറ്റില്ല. ഒരു കാര്യം ചോദിച്ചാ ലച്ചു സത്യം പറയോ? ഞാൻ നോണ പറയാറില്ല. ഇയാൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് എല്ലാരോടും ഇഷ്ടം. ആ ഇഷ്ടമല്ല, ഒരു പ്രത്യേക ഇഷ്ടം, അങ്ങനെ ആരോടെങ്കിലും ഉണ്ടോ? അതെന്തിനാ കുട്ടി അറിയണേ? ഒരു രസം. അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. ഏയ്, ആരുടെ ഇഷ്ടത്തിന്റെ കാര്യമായിരുന്നു അവിടെ ഡിസ്കഷൻ? ഏയ്, ഞങ്ങള് ചുമ്മാ. എന്താ ഈ കുട്ടി? ഞാൻ അയ്യോ, നന്ദ. അയ്യോ. അതെ, അയ്യോ, അതെ, രണ്ടുപേരും ഒന്ന് ശരി അനി, പോയിട്ട് വരാം. വരട്ടെ അങ്കിൾ. ഷാർഡി മാമ, സൂക്ഷിച്ചു നോക്കിയേ, ആ കുട്ടി അച്ഛന്റെ കാലത്തോട്ട് തൊഴും. ശരി അങ്കിൾ. വെറും അഭിനയ, അച്ഛന്റെ പ്രീതി പിടിച്ച് പറ്റാൻ. നിന്റെ ഒരു കാര്യം. പോട്ടെ മോളെ. ശരി, വരട്ടെ ജമാൽ, കാണാം. കാണണം.